ഇറങ്ങി തിരുമേനി. ഓ വന്നേ വന്നേ. ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെ പോലെ ആരോരുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ. അതുവോ? അങ്ങനെ ആളോ? ചുരുങ്ങിയത് ഒരു 10 പേരെങ്കിലും ദിവസം സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. അല്ലേ ഞാൻ ആനേനെ പേടിച്ച് ആശുപത്രി ഇതിലെ വന്നേ. അപ്പൊ ഇതിനെ കൊടുക്കുവോ? ടാക്സിയിലല്ല വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലത് കാലെടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ. അടുത്തായ നന്നായി. ചായക്കട വരാലോ? ചായക്കട വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. കേറുവാ. ചെല്ലപ്പാ കാശ് മേടിച്ചോണ്ടിരാ. അപ്പൊ സരസുനെ കാണാനോ? സരസുവിനെ കാണിക്കാൻ തന്നെ. ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ഇതാ കുരങ്ങൻ തട്ടിമറിച്ചിട്ടുണ്ടാവും. പിടിവിടെ തിരുമേനി. എന്തൊരു ബലം. അകത്തോട്ട് വന്നേ വന്നേ. മാധവൻകുട്ടി നോക്കി നിൽക്കാതെ അഴിച്ചു കൊടുക്ക് തിരുമേനി. ബോബിയും രാധയും ആ വാസുവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് കമ്മിലേക്ക് കൊണ്ടുപോകണമെന്ന് അവര് പറയണ ഞാൻ കേട്ടു. പേടിക്കട്ടെ തിരുമേനി, ഞാനില്ലേ. രക്ഷപ്പെട്ടു. പറഞ്ഞ വോട്ട് കമ്പനി. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഒന്നും മെല്ലെ വിളി, ഒരാളും കേൾക്കും നമുക്ക്. മാധവൻകുട്ടിയെ. അതെ, ഒന്നും കൂടി ഒച്ച കുറച്ചാൽ കെട്ടിടം പൊളിഞ്ഞോണ്ട. മാധവൻകുട്ടിയെ. ഈ വിളി ഓന്റെ അടുത്തെന്ന് വിളിച്ചാൽ ഓൻ കേൾക്കും. വരി. എന്താണ് കുറച്ചൊന്നും തരുന്നത്? അതാണ് മോനെ റമ്മ്. റമ്മോ? ഓ റമ്മ് ദീപ്പാ.
മുസ്തഫ എനിക്ക് ഇപ്പൊ എന്റെ കൂടെ പോകാം. പോകാന്ന് നമുക്ക് ഒന്നിച്ചു പോവാ. നിങ്ങൾ കഴിഞ്ഞേ ഇവിടെ ഇരിക്കും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ആര് ചോദിച്ചാലും മുസ്തഫന്റെ ഡാഡിയാന്ന് പറഞ്ഞാൽ മതി. ആര്? മുസ്തഫന്റെ ഡാഡി. അതെ, മുസ്തഫന്റെ വാപ്പാന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം ഒന്ന് കൂട്ടി വലിയ പേടിയാ. ഞാൻ ഒപ്പം വരാം. അല്ല ഞാൻ സാറിവിടെ ഇരുന്ന് വലിക്കുവാണോ? വലിയവും വിടുന്നില്ല, ആ പന്ന തിരുമേനിയും വിടുന്നില്ല. ആ കുട്ടിയെ കിട്ടി. നീ അവനെ കൊണ്ട് കാറിലെടുത്ത് ഞാൻ രണ്ടുപേരെ കൂടി അടിച്ചിട്ട്. സാറേ വലുവും വെച്ചോണ്ട് അടിക്കാൻ നിൽക്കണ്ട. ഒരു ബ്ലേഡ് മേടിച്ച് തന്നാ മതി. എന്തിന്? വടിച്ചു വിട്ടാ എല്ലാവരുടെ തല അടിച്ചു പൊളിക്കാൻ ആ എളുപ്പമാണ്. ബ്ലേഡും കൊണ്ട് ചെന്നാ മതി, അവന്മാര് നീട്ടി തരും. അയ്യോ തിരുമേനി. അജയരെ ആദ്യം തന്നെ ആനപ്പുറത്ത് കൊണ്ട് കാലൊടിഞ്ഞു. പിന്നെ കുരങ്ങ് എന്റെ മാനം കെടുത്തി. ഇപ്പൊ കുറെ മുട്ടാളന്മാരെ മേത്ത് പിടിക്കുക, അടിക്കുക. പണ്ട് കുടി കഴിഞ്ഞതും പടയ ചത്തു. ഇപ്പൊ ഇവിടെ വരണ്ട. നമ്മൾ രണ്ടാളും ഒത്തു നിന്നാൽ ഇവിടെയുള്ള സകല മാറികളെയും ഒതുക്കാൻ കഴിയും. നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു നല്ല കാര്യത്തിനല്ലേ ആ തയ്യാറ്. ഞാൻ കുടിക്കാൻ കഴിയും. വന്നോളൂ. പയ്യനെ കെട്ടി എന്നെ പിടിക്കരുത്. വേണ്ട, വേണ്ട, നമുക്ക് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ. തിരിപ്പോ അവരെന്താക്കും? പോലീസിൽ ഏൽപ്പിക്കാനോ? മോനെ പോവാ. ഞാൻ വരൂല. ചെല്ല് ബാബേ. ഇല്ല, ഞാൻ ഇവിടുന്ന് പോവില്ല. അങ്ങനെ പറയരുത് എന്നാ നിങ്ങളും വാ എന്റെ കൂടെ. പ്ലീസ്. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. വേണ്ട സാർ, പ്രായത്തിന്റെ കൗതുകം കൊണ്ട് ബോബിക്ക് ഇപ്പൊ അങ്ങനെ തോന്നും. പിന്നെ കുറെ കഴിയുമ്പോ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. മനസ്സിലെ ഞാനല്ലേ പറയുന്നത്. പേടിക്കണ്ട, ഇനി ആ വക ഏർപ്പാടുകൾ അവനുണ്ടാവില്ല. എല്ലാം ഓക്കെ. ടാറ്റാ.